ഹലോ ഗായ്സ്, നമുക്ക് അമ്പഴങ്ങ വെച്ചാം. ദോണ്ട് ആ കാണുന്നതാണ് നമ്മുടെ വീട്ടിലെ അമ്പഴങ്ങാ മരം. പക്ഷെ അമ്പഴങ്ങാ മരം എന്നല്ല, അമ്പഴം എന്നാണേ പറയുന്നത്. അമ്മയുടെ വീട്ടിൽ പണ്ട് തൊട്ടേ അമ്പഴം ഉള്ളതാ. വർഷം തോറും പിച്ചും അച്ചാറിടും. ഈ പ്രാവശ്യം നേരത്തെ തൊട്ടേ മണിയമ്മച്ചി പിച്ചെന്നും പറഞ്ഞ് വഴക്കായിരുന്നു. അതങ്ങ് മൂത്തു പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല എന്നും പറഞ്ഞു. ഞാനും ചിക്കുവും കൂടെ കുറേയൊക്കെ താഴെ നിന്ന് അടിച്ചിട്ട് പിച്ചാൻ നോക്കിയിട്ട് ലാസ്റ്റ് പിന്നെ പെരമണ്ടയ്ക്ക് കയറി. അവിടെ നിന്നാകുമ്പോൾ ഇങ്ങനെ കൈ എത്തി പിച്ചാൻ വേണ്ടി ഇഷ്ടം പോലെ കൊലകൾ ഇങ്ങനെ ഉണ്ട്. സാധാരണ ഈ അമ്പഴങ്ങ ഉപ്പിലിടാനെടുക്കാം, അച്ചാറിടാനെടുക്കാം, പിന്നെ ചിലത് കറിയിലിടാറുണ്ട്. ഇത് നിന്ന് പഴുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. എനിക്കിത് പഴുത്ത് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. പണ്ടൊക്കെ വീട്ടിലുള്ളവർ പറയുമായിരുന്നു ഈ അമ്പഴങ്ങ പഴുത്തത് ഒത്തിരി കഴിക്കാൻ പാടില്ലെന്ന്. ഇത് മഴയാകുമ്പോഴത്തേക്കാണ് പഴുത്ത് വരാറുള്ളത്. അപ്പം മഴയും പിടിച്ച് ഈ പഴുത്ത അമ്പഴങ്ങ എല്ലാം കൂടെ തിന്നാൽ വയറ്റിളക്കം വരുമെന്നായിരുന്നു പറയാറുള്ളത്. വയറിളക്കം വരുമെന്ന് വിചാരിച്ചാണോ എന്ന് അറിയത്തില്ല. ഇപ്പോഴും അങ്ങനെ പഴുത്ത അമ്പഴങ്ങ ആരും കഴിച്ച് കാണാറില്ല. ഇതിനാണ് ഒടുക്കത്തെ പുളിയാട്ടോ. ഈ പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എൻ്റെ പൊന്നേ, നമ്മുടെ മേല് ഒരുക്കുന്ന തരം പുളിയാണ്. ഞാനാണ് എടുത്ത് കടിച്ചതാണ് ഇച്ചിരി മൂത്ത് തുടങ്ങിയതുമായിരുന്നു. കടിക്കാനൊന്ന് പാടുപെട്ട്. അങ്ങനെ മോളിൽ കയറിയെന്ന് കൈയെത്തിപ്പിച്ചാന്നതെല്ലാം ഇങ്ങ് പിച്ചെടുത്ത് താഴെ ഇറങ്ങിയപ്പോഴത്തേക്കാണ്ട് യുദ്ധക്കളം പോലെ ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം വൃത്തിയാക്കി ഇവിടെ താഴെ കിടക്കുന്ന അമ്പഴങ്ങ എല്ലാം നുള്ളിപ്പറക്കി എടുക്കണം. ഹെൽപ്പിന് കണ്ട ജാനിയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ പെറുക്കി എടുത്തപ്പോൾ 2 കൊട്ട അമ്പഴങ്ങ പിച്ചെന്നും പറഞ്ഞ് ചിക്കുനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഈ അമ്പഴങ്ങ കൊണ്ട് കൊടുത്തേക്കാം. അമ്മൂമ്മയാണ് അച്ചാറിന്റെ ഒക്കെ ഹെഡ്. അപ്പം അങ്ങോട്ട് തന്നെ അങ്ങ് ഏൽപ്പിച്ച്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ അച്ചാറിടാൻ പോവാണോ? നല്ല ഒരു കൊട്ട നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് വീതിച്ചു കൊടുത്ത് പിന്നെ ഒരു കൊട്ട വേണ്ട വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ വേണ്ട അതെല്ലാം കഴുകിക്കൊണ്ട് കൊടുത്തു. മണിയമ്മച്ചി അന്നേരം തന്നെ അവിടെ ഇരുന്ന് അതെല്ലാം വെട്ടിക്കണ്ടിച്ചെടുത്ത്. ചിലതൊക്കെ ഇച്ചിരി മൂത്ത് തുടങ്ങിയതുകൊണ്ട് പാക്ക് വെട്ടുന്ന കണക്ക് വെട്ടേണ്ടി വന്നു. ചിലത് കണ്ടിച്ചപ്പോൾ ഇനി ശരിയായി. ഇതാ പറഞ്ഞ അന്നേരം മണിയമ്മച്ചി ഇരുന്ന് പറയുകയും ചെയ്തു. ഇതാ പറഞ്ഞത് മുന്നേ പിച്ചണം, ആ കുരുന്ന് പരുവത്തിലെ പിച്ചണമായിരുന്നെന്ന് ഇത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മണിയമ്മച്ചി ഈ അമ്പഴങ്ങയെല്ലാം ഒരേ സൈസിലും ഷേപ്പിലും 4ആയിട്ട് കണ്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കല്ലുപ്പൊക്കെ അങ്ങോട്ട് വാരി വിതറി മിക്സ് ചെയ്ത് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം വെയിലത്തിട്ട് ഉണക്കാനാണേ. കുറേ ദിവസം വെയിലത്തിട്ട് ഉണക്കി വാടി വന്നു കഴിയുമ്പോൾ അച്ചാറിടും. അപ്പോൾ അത് കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് അച്ചാറിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഉണക്കി അച്ചാറിടുന്നതിനാണ് ഈ ഉണക്കാതെ അച്ചാറിടുന്നതിനേക്കാൾ ടേസ്റ്റ്. അങ്ങനെ അമ്പഴങ്ങ അച്ചാർ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ?